മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സഹായിക്കുകയും സംരക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കൃപ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. അവിടുന്ന് ഈ ദിവസത്തെ നിങ്ങളുടെ എല്ലാ അധ്വാനങ്ങളിൽ നിന്ന് നിങ്ങളെ സഹായിക്കട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിന്റെ 21 അധ്യായത്തിന്റെ 22 തിരുവചനത്തില് നമ്മളിങ്ങനെ വായിച്ച് ധ്യാനിക്കുകയാണ്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. വിശ്വാസം സംശയരഹിതമായാൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ടാവും. നീ പ്രാർത്ഥിക്കുമ്പോൾ വലിയ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് നിന്റെ ജീവിതത്തിന്റെ അസാധ്യമെന്ന് നിനക്ക് തോന്നുന്ന കാര്യങ്ങളെ പോലും മാറ്റാനായിട്ട് കഴിവുണ്ട് എന്ന് മനസ്സിലാക്കുക. വിശ്വാസം സംശയരഹിതമായിരിക്കണം. ചോദിക്കുന്നതൊക്കെ കിട്ടുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടെയാണോ ദൈവത്തിന് മുമ്പിൽ ഞാൻ ഇടപെടുന്നത്? ഞാൻ പ്രാർത്ഥിച്ചാല് എന്റെ ദൈവം എന്റെ ജീവിതത്തിന് ശക്തി നൽകും. ഞാൻ പ്രാർത്ഥിച്ചാൽ എന്റെ ദൈവം എന്റെ ജീവിതത്തിന് മുൻപിൽ ഒരു വഴി തുറന്നു തരും. ഞാൻ പ്രാർത്ഥിച്ചാല് ജീവിതത്തിന്റെ പ്രശ്നങ്ങളെല്ലാം കർത്താവ് എടുത്തു മാറ്റും. ഈ ആഴത്തിലുള്ള വിശ്വാസത്തോടെയാണോ നീ പ്രാർത്ഥിക്കുന്നത്? ദൈവത്തിന് മുമ്പിലേക്ക് പ്രാർത്ഥിക്കാനായിട്ട് നീ കടന്നു ചെല്ലുമ്പോൾ നിന്റെ മനോഭാവം എന്താ? നിന്റെ മനോഭാവത്തിന് വലിയ വിലയുണ്ട്. അത് സംശയരഹിതമായിരിക്കണം. കിട്ടുമോ കിട്ടില്ലയോ ഇങ്ങനെ ചാഞ്ചാട്ടം വിശ്വാസത്തിൽ ഉണ്ടാകാനായിട്ട് പാടില്ല. പ്രിയപ്പെട്ടവരെ, ഇന്ന് നീ പ്രാർത്ഥിച്ചാലും നിനക്ക് കിട്ടിയില്ലെന്ന് കരുതി നാളെ നീ വിശ്വാസത്തിൽ കുറവ് വരുത്തരുത്. സ്ഥിരതയോടുകൂടെ ഉറപ്പിച്ചുള്ള ഒരു പ്രാർത്ഥന, ഉറപ്പുള്ള ഒരു പ്രാർത്ഥന നിന്റെ ജീവിതത്തില് നീ ദൈവത്തിന് മുമ്പ് കൊടുത്താല്, പ്രിയപ്പെട്ട ദൈവമക്കളെ, നിന്റെ ജീവിതത്തിൽ നീ പ്രാർത്ഥിക്കുന്ന എല്ലാം തരുമെന്നാണ് ഈശോനാഥൻ പഠിപ്പിക്കുന്നത്. നമ്മുടെ വിശ്വാസത്തെ നമുക്ക് പരിശോധിച്ചു നോക്കാം. എന്റെ വിശ്വാസത്തിന് ഉറപ്പുണ്ടോ? എന്റെ പ്രാർത്ഥനയ്ക്കൊരു സ്ഥിരതയുണ്ടോ? കരങ്ങളെ യാചനയോടെ പിടിച്ച് ജീവിതത്തിന് ഇന്നത്തെ എല്ലാ കാര്യങ്ങളെയും ഈശോയ്ക്കൂടെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് ഈശോയെ, ഈ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഇവരെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഇവരുടെ ജീവിതത്തിൽ നിന്ന്, ജീവിത വഴികളിൽ നിന്ന്, അധ്വാന മേഖലകളിൽ നിന്ന് സർവ്വ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിന്റെ ഉപദ്രവങ്ങളും നാരകീയ ശക്തികളുടെ പ്രവർത്തനങ്ങളെയും പൈശാചിക അരൂപികളുടെ പ്രവർത്തനങ്ങളെയും ദിവ്യകാരുണ്യത്താൽ ബന്ധിച്ചു നിർവീര്യമാക്കി നരകാഗ്നിയിലേക്ക് അട്ടിപ്പായിക്കുന്നു. എല്ലാ കെട്ടുകളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് അഴിയട്ടെ എന്ന് കേൾപ്പിക്കുന്നു. തിന്മ മുഴുവനും മാറിപ്പോകട്ടെ എന്ന് കേൾപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ എന്നേക്കും ആമേൻ.